മാസമാണ് റബീഉൽ അവ്വൽ എന്ന് നമ്മൾ പറയുന്നില്ല. റബീഉൽ അവ്വലിനെ കുറിച്ച് മുസ്ലിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, എന്താ ചെയ്യണത്? എല്ലാമായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന സന്തോഷം കൊണ്ട് ഹബീബിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്നു. ഹബീബ് വന്ന മാസത്തിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്നു. ഹബീബ് വന്ന ദിവസത്തിൽ സന്തോഷിക്കുന്നു. അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരു കൈകടത്തലും നമ്മൾ നടത്തുന്നില്ല. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي. എന്റെ സാധാരണക്കാരായ ജനങ്ങളെ, നിങ്ങൾ അറിയേണ്ടതുണ്ട്, റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണ്? മദീനയെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണ്? തിങ്കളാഴ്ചയെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണ്? അതിനേക്കാളൊക്കെ സ്നേഹിക്കുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. ഇഷ്ടമുള്ളവർ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ ഇഷ്ടം വെക്കുകയാണ്. ഇഷ്ടമില്ലാത്തവർക്ക് അതിന്റെ മൂല്യമറിയില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ഓതുന്നുണ്ട്. ഈ മൗലിദ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ മാസമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ്. എന്ന നിലക്ക് ആ മാസത്തെ സ്നേഹിക്കുന്നു എന്നല്ലാതെ, ആ മാസത്തെ ബഹുമാനിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരു കൈകടത്തലും നമ്മൾ നടത്തുന്നില്ല.